ഹായ് എവ്രിവൺ, ഐ എം ഡോക്ടർ ദേവിക ജോബി. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രസവരക്ഷയെക്കുറിച്ചിട്ടാണ്. പ്രസവരക്ഷ എല്ലാവർക്കും ആവശ്യകരമാണോ? എല്ലാവർക്കും ഒരുപോലെ ഇൻറ്റേർണൽ മെഡിസിൻസ് ആവശ്യമാണോ? അതുപോലെ തന്നെ സെക്ഷൻ കഴിഞ്ഞവർക്കും നോർമൽ ഡെലിവറി ആയവർക്കും ഒരേപോലെയാണോ പ്രസവരക്ഷ? ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത്. പ്രസവരക്ഷ ആവശ്യകരമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആവശ്യകരമാണ്. കാര്യം പ്രഗ്നൻസി ടൈമിലും പോസ്റ്റ്മോർട്ടം ടൈമിലും ഡെലിവറി ടൈമിലും നിങ്ങളുടെ ശരീരത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ മാറി പഴയ പോലെ നിങ്ങളുടെ ഒരു ഹെൽത്തി ബോഡിയിലേക്ക് എത്താനായിട്ട് പ്രസവരക്ഷ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പണ്ടത്തെ ഒരു രീതി അനുസരിച്ച് ഇപ്പോഴും പലവരും നമ്മുടെ അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ പറഞ്ഞു തരുന്ന കുറച്ച് മെഡിസിൻസ് ഇതേപോലെ അടുത്തുള്ള കടകളിൽ നിന്നും അങ്ങാടി കടകളിൽ നിന്നുമൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു തെറ്റായ രീതിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആയുർവേദ ഡോക്ടർ എപ്പോഴും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഹെൽത്തി ബോഡിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ കണ്ടീഷനെ അനലൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് മെഡിസിൻ വേണോ വേണ്ടയോ ഏതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നിർണ്ണയിച്ച് നിങ്ങൾക്ക് മെഡിസിൻ തരുന്നത്. അപ്പോൾ എല്ലാ മെഡിസിൻസും വെറുതെ വാങ്ങി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തും അതേപോലെ തന്നെ കുട്ടിക്കും പലതരത്തിലുള്ള രോഗങ്ങളെന്നല്ല അസ്വസ്ഥതകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഗ്യാസ് ട്രബിൾ, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, കുട്ടി കരയുക, വേദന കൊണ്ട് കരയുക, വയറ്റ് വേദന വരിക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ്. കഴിവതും ഒരു ആയുർവേദ ഡോക്ടറുടെ അണ്ടറിൽ തന്നെ പ്രസവരക്ഷ എടുക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സെക്ഷൻ കഴിഞ്ഞവർക്കും നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കും ഒരേപോലെയാണോ ട്രീറ്റ്മെൻറ്റ്സ് എന്ന്? തീർച്ചയായിട്ടും അല്ല. സെക്ഷൻ കഴിഞ്ഞവർക്ക് കുറച്ചും കൂടെ അവരുടെ സ്റ്റിച്ചിൻ്റെ കണ്ടീഷനും ഹെൽത്ത് കണ്ടീഷനും നോക്കിയിട്ട് കുറച്ചുകൂടെ സാവധാനത്തിലായിരിക്കും ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ്സിൻ്റെ രീതിയിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ രീതിയിലുള്ള പ്രസവരക്ഷ ഒരാളുടെ ശരീരത്ത് മാത്രമല്ല മൈൻഡ് വൈസും ഒരമ്മ കഷ്ടപ്പെടുന്ന ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റേജിൽ നിങ്ങളെ ഒന്ന് കാമാക്കാനായിട്ട് ബോത്ത് ഒരു ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡ് നിങ്ങൾക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.